എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ നമുക്ക് നോക്കാം. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഫാത്തിമ തഹ്ലിയ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. എന്നിട്ട് നമുക്ക് വിമതരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് എത്താം. AK അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഗ്ലാമർ സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ തഹ്ലിയ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞോ? റോഷ്നി, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന നടപടികൾ ക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയ 2 സെറ്റ് നോമിനേഷനാണ് ഇപ്പോൾ നൽകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരു മുഖം കൂടിയാണ് ഫാത്തിമ തഹ്ലിയ എന്നുള്ളത്. കുറ്റിച്ചിറയിലാണ് അവർ മത്സരിക്കുകയും ചെയ്തത്. കാരണം മുസ്ലിം ലീഗിന് ഏറ്റവും ഉറപ്പായ ഒരു ഷുവർ അത്തരത്തിലൊരു സീറ്റിലാണ് അവർ മത്സരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, കോഴിക്കോട്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇത്തവണ UDF നേതൃത്വം പിടിച്ചെടുക്കണമെങ്കിൽ അവർക്ക് കൃത്യമായി ഓരോ സ്ഥലങ്ങളിലും വിജയിച്ച് കയറിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ യുവാക്കളെ അണിനിർത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രധാനമായും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഫാത്തിമ തഹ്ലിയ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഫാത്തിമ തഹ്ലിയ ഇപ്പോൾ നോമിനേഷൻ നൽകുകയാണ്. അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് UDFന്റെ ഭരണം എത്തിക്കും, അതായത് LDFന്റെ ഭരണം അവസാനിപ്പിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ദശാബ്ദങ്ങളെ LDF ആണ് ഇവിടെ ഭരിക്കുന്നത്. വലിയ തരത്തിലെ അഴിമതി ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഫാത്തിമ തഹ്ലിയ അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മോട് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ ഫാത്തിമ തഹ്ലിയ വരുന്നു. ഏതായാലും ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു കോർപ്പറേഷനാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ കൃത്യമായ സ്ഥാനാർത്ഥികളെ അണിനിർത്തിക്കൊണ്ട് തന്നെ UDF കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതോടൊപ്പം തന്നെ UDFന്റെ മറ്റ് സ്ഥാനാർത്ഥികളും കോൺഗ്രസിന്റെ മറ്റ് സ്ഥാനാർത്ഥികളും ഒക്കെ യുവാക്കളാണ് എന്നുള്ളതും പ്രധാനമായും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും മേയർ സ്ഥാനത്തേക്ക് കണ്ടെത്തിയിരുന്ന VM ബിനുവിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി അവർ മുന്നോട്ട് വയ്ക്കുന്നതും ഫാത്തിമ തഹ്ലിയയുടെ മുഖമാണ് എന്നതാണ്. അവരാണിപ്പോൾ നോമിനേഷൻ നൽകുന്നത്. 2 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് അവർ ഇപ്പോൾ വരണാധികാരിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ശരി, യുവ വനിതാ നേതാവ് ഫാത്തിമ തഹ്ലിയ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്.